കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഷാജിയെ പറ്റി പ്രത്യേകിച്ച് വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലൂടെയൊക്കെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. താനുണ്ടെങ്കിൽ പുതുതായിട്ടൊരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുക രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഷെരീഫിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവനുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ പൂര തെറിവിളിയാണ്. നേരത്തെ ഉണ്ടെങ്കിൽ ഇതേക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താൻ പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ. അതിലുണ്ട് ഇനി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ കാണാം പിന്നെയും പഴയ രീതിയിലുള്ള തെറികളും കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഷാജിദയുടെ ഭർത്താവ് മരിക്കാൻ കാരണം ഇതേ കണക്ക് ഷാജിദ തന്നെ എന്നുള്ള രീതിയിലൊക്കെ. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ഷാജിദ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. ആ ഒരു തീരുമാനത്തിലാണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്തത്. അതല്ലാതെ ഞാൻ ആരെയും ഇതേ കണക്ക് ഒരു കാര്യവും ചെയ്തില്ല, എൻ്റെ ഭർത്താവിനെ ചതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, നീ ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഇതേ കണക്ക് ഷാജിദ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നുണ്ട്, തെറിവിളിയൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും പഴയ പോലെ തന്നെ ഷാജിദ ഉണ്ടെങ്കിൽ ഒരു മാറ്റവും ഇല്ലാതെ പിന്നെയും വന്നിരിക്കുകയാണ്.